ഹലോ സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കമന്റ് കിട്ടിയതിന്റെ ബേസിലാണ്. സോ നമ്മുടെ 10ാം ക്ലാസ്സിലെ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 21ലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ദ ടേം ഇൻ ടു പൊസിഷൻസ് ഓഫ് സം അരിത്തമാറ്റിക് സീക്വൻസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. അപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ എഴുതാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഡൗട്ട് വന്നത്. സോ 4ാമത്തെ ക്വസ്റ്റ്യൻ മാത്രം ഞാൻ എഴുതാം. സോ 4th ടേം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 2 ആണ് തന്നേക്കുന്നത്. അതുപോലെ തന്നെ 7th ടേമും നമുക്ക് തന്നിട്ടുണ്ട്. 7th ടേം എന്ന് പറയുന്നത് നമുക്ക് 3 ആണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്തുവാ? ഫസ്റ്റ് 5 ടേംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ x1 കണ്ടുപിടിക്കണം, x2 കണ്ടുപിടിക്കണം, x3, x4 ആൻഡ് x5 ഇതൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഞാനിവിടെ ഇങ്ങനെ 5 ബോക്സ് വരയ്ക്കാൻ പോവാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാനായിട്ട്. എന്നിട്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ പൊസിഷനിലെ 2 ടേംസ് വന്നിട്ട് നമ്മളിങ്ങനെ ഫസ്റ്റ് 5 ടേംസ് ഒക്കെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഫസ്റ്റ് ചെയ്യേണ്ട സാധനം കോമൺ ഡിഫറൻസ് ആണ്. എന്ന് വെച്ചാൽ അരിത്തമാറ്റിക് സീക്വൻസ് തന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞ ഒരു ടേമിലാണ് അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ കോമൺ ഡിഫറൻസിന്റെ ഒരു ഫോർമുല ഉണ്ടല്ലോ. എന്തായിരുന്നു ഫോർമുല? നമ്മുടെ ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷണൽ ഡിഫറൻസ് ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ് അല്ലേ. കോമൺ ഡിഫറൻസ് എന്തുവാന്ന് ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഞാനൊരു സീക്വൻസ് എടുക്കുവാണ്. ഇപ്പോൾ 1, 3, 5, 7 എക്സെട്ര ഇങ്ങനെ ഒരു സീക്വൻസ് എടുക്കുവാണെങ്കിൽ ഇവിടെ നോക്കിയേ 1 കഴിഞ്ഞിട്ട് +2 ചെയ്യുമ്പോഴാണ് എനിക്ക് 3 കിട്ടുന്നത്. 3 കഴിഞ്ഞ് +2 ചെയ്യുമ്പോഴാണ് 5 കിട്ടുന്നത് അല്ലേ. 5 കഴിഞ്ഞിട്ട് +2 ചെയ്യുമ്പോഴാണ് 7 കിട്ടുന്നത്. അങ്ങനെ പോകുന്നു. അപ്പോൾ നോക്കിയേ ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എനിക്ക് 2 ആണ് അല്ലേ. ഈ നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസും 2 ആണ്. അങ്ങനെ കോമൺ ആയിട്ടുള്ള ഡിഫറൻസ് 2 ആയതുകൊണ്ട് അതിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ നമ്മുടെ കോമൺ ഡിഫറൻസ് എത്രയാ? 2 ആണ്. ഓക്കെ അല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ഈ ക്വസ്റ്റ്യനിലേക്ക് വരാൻ നേരത്ത് നോക്കിയേ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ട് ടേം ഡിഫറൻസ് എടുക്കണം. സോ നമ്മുടെ ടേംസ് ഏതൊക്കെയാണ്? ഇത് രണ്ടുമാണ് നമ്മുടെ ടേംസ്, 3ഉം 2ഉം അല്ലേ. അപ്പോൾ ഏറ്റവും വലിയ പൊസിഷൻ ഏതാ? 7 ആണ്. 7ലെ ഫസ്റ്റ് ടേം എടുക്കുക. സോ 7ലെ ടേം ഏതാ? 3 ആണ്. ഇനി 4ത്തിലെ അടുത്തെടുക്കുക. സോ -2 ഡിഫറൻസ് എന്ന് വെച്ചാൽ മൈനസ് ചെയ്യാനായിട്ടാ. ഓക്കെ, അപ്പോൾ -2 ഡിവൈഡഡ് ബൈ പൊസിഷണൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ 7 എടുക്കുക -4. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? മൈനസ് ചെയ്ത് ഡയറക്റ്റ് മൈനസ് ചെയ്യാം. സോ നമുക്ക് 1 കിട്ടും, ഇവിടെ 3 കിട്ടും. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ കോമൺ ഡിഫറൻസ് ആദ്യം തന്നെ കണ്ടുപിടിക്കുക. ഇനി ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. നമുക്ക് 4th ടേം എന്ന് പറയുന്നത് 2 ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് 4th ടേം അറിയാം. 5th ടേം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് 5th ടേം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ x5 കണ്ടുപിടിക്കണമെങ്കിൽ x4 തന്നിട്ടുണ്ടല്ലോ. x4ന്റെ കൂട്ടത്തിൽ എന്തും കൂടെ പ്ലസ് ചെയ്താൽ മതി. കോമൺ ഡിഫറൻസ് അങ്ങ് പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഓൾറെഡി കോമൺ ഡിഫറൻസ് തന്നിട്ടുണ്ട്. എന്തുവാടാ? 1/3. അപ്പോൾ 4th ടേം എടുക്കുക. ഏതാ? നമ്മുടെ 2 ആയിരുന്നു 4th ടേം. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ എന്തും കൂടെ പ്ലസ് ചെയ്ത് കൊടുക്കുക. 1/3 അങ്ങ് പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. അതിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കിയേ 2 1/3 എന്ന് എഴുതാം. മിക്സഡ് ഫ്രാക്ഷനിൽ എഴുതാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വോൾ നമ്പർ ആണ്, ഇതൊരു ഫ്രാക്ഷൻ ആണ്. സോ നമ്മുടെ ആൻസർ എത്ര കിട്ടി? 2 1/3. അപ്പോൾ 2 + 1/3ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 2 1/3 എന്ന് എഴുതാം. നമ്മൾ ഇതിനെ സോൾവ് ചെയ്യാൻ നിൽക്കേണ്ട, ഡയറക്റ്റ് നമുക്ക് 2 1/3 എന്ന് എഴുതാം. സോ നമുക്ക് എക്സ്പയർഡ് ആൻസർ കിട്ടിയല്ലോ. 2ഉം ആ കോമൺ ഡിഫറൻസും കൂടെ ഒരുമിച്ച് എഴുതിയപ്പോൾ നമുക്ക് എത്ര കിട്ടി? 2 1/3. ഇതാണ് നമ്മുടെ x5ന്റെ ആൻസർ. പക്ഷേ നോക്കിയേ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും നമ്മൾ പ്ലസ് ആയിരുന്നു ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ തന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ പ്ലസ് ആയിരുന്നു ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുമ്പുള്ള നമ്പർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ട് വരും തോറും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം? മൈനസ് ആണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ബാക്കിലോട്ട് വരുമ്പോൾ. പക്ഷെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണെങ്കിൽ നമുക്ക് പ്ലസ് ചെയ്ത് കൊടുത്താൽ മതി. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പ്ലസ് ചെയ്ത് കൊടുത്ത് എഴുതിയത്. അപ്പം ബാക്കിലോട്ട് വരുവാണ്. ഞാൻ എന്തോ കണ്ടുപിടിക്കണ്ടേ? x3 എനിക്ക് കണ്ടുപിടിക്കണം. അപ്പം എന്ത് ചെയ്യണം? ഞാൻ x4ൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. ഓക്കെ ആണല്ലോ. ഇതാണ് നമ്മുടെ അടുത്ത ഫോർമുല. സോ ഇതാണ് നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പ്ലസ് ചെയ്തപ്പോൾ ഇതാണ് ഫോർമുല, മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇതാണ്. ഇനി ചെയ്യാൻ പോകുന്നത് മൈനസ് ആണ്. സോ നമുക്ക് x3 എടുക്കാം. x3 എങ്ങനെ കണ്ടുപിടിക്കുന്നത്? x4ൽ നിന്ന്, x4 എന്ന് വെച്ചാൽ നമ്മുടെ 2 ആയിരുന്നു, 2ൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. ഇങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് 2 എന്ന് പറയുന്നത് എന്തുവാണ്? ഫ്രാക്ഷൻ അല്ലല്ലോ. 2 എന്ന് പറഞ്ഞാൽ നമ്മൾ 2 എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവിടെ 1/3 എന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരിക്കലും മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഇങ്ങനെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് മൈനസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം?
ഈ 2ന്റെ അടിയിലേക്ക് ഒരു 1 ഇട്ട് കൊടുക്കുക. ഇപ്പൊ ഇത് ഫ്രാക്ഷൻ ആയില്ലേ? ഈ 2ന്റെ അടിയിലേക്ക് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 തന്നെയാണ് കിട്ടുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. 2 ഡിവൈഡഡ് ബൈ 1 എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് വെച്ചാൽ 2 ഡിവൈഡഡ് ബൈ 1. സോ ഇവിടെ 2 എഴുതുക. നമുക്ക് 2 0 അല്ലേ? നമുക്ക് 2 തന്നെ കിട്ടും. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഫ്രാക്ഷൻ ആക്കി എഴുതിയെന്ന് മാത്രം. അപ്പൊ 2 ഡിവൈഡഡ് ബൈ 1 അങ്ങനെ എഴുതി. ഓക്കെ, -3. ഇനി ഇതിനെ എനിക്ക് ഡയറക്റ്റ് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമ്മൾ LCM കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇതിനകത്ത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്താലേ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടത്തുള്ളൂ. അപ്പൊ ഞാനിവിടെ ചെയ്യാൻ പോകുന്ന ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ 3നെ ഇങ്ങോട്ട് കൊടുക്കണം, 3നെ ഇങ്ങോട്ട് വെച്ച് ഇൻഡ് ചെയ്യണം. ഈ 1നെ ഇങ്ങോട്ട് വെച്ച് ഇൻഡ് ചെയ്യണം. ഇത് രണ്ടും കൂടെ ഇങ്ങോട്ട് ഇൻഡ് ചെയ്യണം. ഓക്കെ, സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നെയാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ചെയ്യാൻ പോവാണ്. എന്ന് വെച്ചാൽ 2 എഴുതിയിട്ട് ഇൻറ്റു 3. ഈ 1 ആണെങ്കിലോ 1 ഇൻറ്റു 1 അടിയിൽ തമ്മിൽ ഇൻറ്റു ചെയ്യണം. സോ 1 ഇൻറ്റു 3. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ നടുക്കായിട്ട് കിടന്നിരുന്ന മൈനസ് സിമ്പിൾ ആയിരുന്നു. സോ ഞാൻ മൈനസ് വിട്ടു കൊടുത്തു. ഇത് ക്ലിയർ ആണല്ലോ? സോ ഇത് രണ്ടും കൂടെ തമ്മിൽ ഇൻറ്റു ചെയ്യണം, ഇത് രണ്ടും കൂടെ തമ്മിൽ ഇൻറ്റു ചെയ്യണം, ഇത് രണ്ടും കൂടെ തമ്മിൽ ഇൻറ്റു ചെയ്യണം. ആ നടുക്ക് കിടന്നിരുന്ന മൈനസ് ആണെങ്കിൽ മൈനസ്, പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കണം. ഇതാണ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് സോൾവ് ചെയ്ത് നമുക്ക് എത്ര കിട്ടും നോക്കിയേ. 2 ഇൻറ്റു 3 ആണ്. സോ നമുക്ക് 6 കിട്ടും. മൈനസ് ഉണ്ടായിരുന്നു, 1 ഇൻറ്റു 1 ചെയ്ത് കഴിഞ്ഞാൽ 1 തന്നെ, ബൈ 3 ഇൻറ്റു 1 അതായത് 3 തന്നെ കിട്ടും. സോ നമ്മളിത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5/3 എന്ന് നമുക്ക് കിട്ടി. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണല്ലോ? നമ്മൾ LCM കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ ഫ്രാക്ഷനെ നമ്മൾ മൈനസ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കൊരു ആൻസർ കിട്ടി. ക്ലിയർ ആണോ? ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5/3 എന്നാണ് നമ്മൾ എഴുതിയേക്കുന്നത്. പക്ഷെ 5/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെയായിട്ട് എഴുതാം, പക്ഷെ ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. 5/3 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അപ്പൊ ഞാൻ ഫ്രാക്ഷൻ, ബേസിക് ഓഫ് ഫ്രാക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. സോ അതിനകത്ത് ഞാനിവിടെ പറയുന്നുണ്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷനൊക്കെ എങ്ങനെ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 5/3 ആണ് കിടക്കുന്നത്. അതിനെ ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സർ ഫ്രാക്ഷനിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ ഒരു ഫ്രാക്ഷൻ ആക്കാനായിട്ട് പറ്റും. എങ്ങനെ ചെയ്യണ്ടേ? 5/3 നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 5 ഡിവൈഡഡ് ബൈ 3 ചെയ്യാം. അപ്പൊ 3 1s are 3 അല്ലേ? നമ്മൾ റിമൈൻഡർ എത്ര കിട്ടി? 2 കിട്ടി. അപ്പൊ ഈ മേളിൽ വന്ന ഈ ഒരു സംഭവം ഇല്ലേ, ഈ ഒരു ആൻസർ, ഇതിനെ നമുക്ക് വോൾ നമ്പറിൽ എഴുതാം. എന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ വോൾ നമ്പറിൽ എഴുതാം. ഈ 2ന് പകരം നമ്മൾ 1 ആയി മാറി. ഇനി നമുക്ക് കിട്ടിയ റിമൈൻഡർ ഉണ്ടല്ലോ. സോ റിമൈൻഡറിനെ ഫ്രാക്ഷന് മേളിൽ എഴുതാം. ഡിവൈഡഡ് ബൈ എന്ത് വെച്ചാൽ നമ്മൾ ഡിവൈഡ് ചെയ്തേ? 3 വെച്ചല്ലേ? ഈ 3 തന്നെ എടുത്ത് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? നമ്മുടെ മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. എന്ന് വെച്ചാൽ 5/3ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 1 2/3 എന്നും എഴുതാം. ഓക്കെ, അപ്പൊ 5/3 എന്ന് എഴുതാം, നമുക്ക് 1 2/3. ഇപ്പൊ x3ക്ക് പകരം ഞാൻ 1 2/3 എന്ന് എഴുതി. സോ ഇത്രയും ക്ലിയർ ആണല്ലോ? ഇനി എനിക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്തുവാണ്? x3 നമ്മൾ കണ്ടുപിടിച്ചു, x2 കണ്ടുപിടിക്കാം. ഓക്കെ, സോ നോക്കിയേ, x2 എഴുതുവാണ്. സോ x2ന്റെ ഫോർമുല എന്തുവാ? x3യുടെ അകത്തുനിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. സോ x2ന്റെ ഫോർമുല x3യുടെ അകത്തുനിന്ന് 2 കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അപ്പൊ നോക്കിയേ, x3 എന്തോ നമുക്ക് ഇപ്പൊ കിട്ടിയ ആൻസർ 1 2/3യുടെ അകത്തുനിന്ന് നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? കോമൺ ഡിഫറൻസ് എന്തുവാ? 1/3 മൈനസ് ചെയ്യണം. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കഷ്ടപ്പെട്ട് മൈനസ് ചെയ്യണ്ട അല്ലേ? ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ചെയ്യേണ്ടത്, നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്യേണ്ടത്. കാരണം അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേക്ക് നോക്കിയേ, ഇതിന്റെ അർത്ഥം എന്തുവാ? ഇതിനെ നമുക്ക് ഒന്നുകൂടെ സ്പ്ലിറ്റ് ചെയ്യാം. നോക്കിയേ, ഇതിനെ പകരമായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഞാൻ ഇവിടെ പറഞ്ഞായിരുന്നു കണ്ടോ, 2 + 1/3 അതാണ് 2/3. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 1 + 2/3 എന്ന് എനിക്ക് എഴുതാം അല്ലേ? -1/3 ഇങ്ങനെ എഴുതാമല്ലോ. ഓക്കെ അല്ലേ? ഇനി ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നിങ്ങൾക്ക്, ഡിനോമിനേറ്റർ ഇവിടെ ഡിഫറെന്റ് ആയിരുന്നു അല്ലെ? ഡിനോമിനേറ്റർ സെയിം ആകുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണെങ്കിൽ, ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ മാത്രം നമ്മൾ ഇത് ചെയ്താൽ മതി. ഡിഫറെന്റ് ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ മാത്രം നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്താൽ മതി. സെയിം ഡിനോമിനേറ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ഈ സ്റ്റെപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മുടെ നോക്കിയേ, നമുക്ക് ഇത് രണ്ടും കൂടെ തമ്മിൽ മൈനസ് ചെയ്യണം, അത് കഴിഞ്ഞ് നമുക്ക് പ്ലസ് ചെയ്യണം. അപ്പൊ ഈ മൈനസ് നമുക്ക് ആദ്യം നോക്കാം. ഈ മൈനസ് നോക്കിയടാ, ഞാൻ ഇച്ചിരി ഒന്ന് റബ്ബ് ചെയ്ത് കളയുവാണേ. സോ ഇവിടെയൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് കളയാം നമുക്ക്. ഇച്ചിരി സ്പേസ് കിട്ടും. സോ ഈ ഐഡിയ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? നിങ്ങൾ നോട്ടിലേക്ക് എഴുതിയെടുക്കണം കേട്ടോ.
ഇതിലൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നോട്ടിലേക്ക് എഴുതിയെടുക്കുക, എന്നിട്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുക കേട്ടോ. സോ ഇത്രയും ഞാൻ മൂവ് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് നോക്കിക്കേ, ഇത് കണ്ടോ, ഇസ് ഈക്വൽ ടു, നമുക്ക് ഈ 1 അങ്ങനെ തന്നെ എഴുതാം, പ്ലസ് ഇവിടെ ഇത് മാത്രം ഞാൻ ഇങ്ങനെ എടുക്കുക കേട്ടോ. നോക്കിയേ, 2 മൈനസ് 1, ഡിനോമിനേറ്റർ സെയിം ആണ്. സോ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, 2 മൈനസ് 1 ചെയ്യണം. ഡിനോമിനേറ്റർ സെയിം അല്ലേ, അപ്പൊ ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് അങ്ങിട്ട് കൊടുക്കുവാണ്. ഓക്കെ, അപ്പൊ എനിക്ക് ആൻസർ എന്ത് കിട്ടി? 1 പ്ലസ് ഡിനോമിനേറ്റർ ഒന്നും ചെയ്യണ്ട, അത് അങ്ങനെ തന്നെ ഇടുക, ന്യൂമറേറ്റർ മാത്രം അങ്ങ് മൈനസ് ചെയ്യുക. സോ നമുക്ക് എത്ര കിട്ടി? 1 തന്നെ കിട്ടി. സോ നമുക്ക് ഇതിനെ ഇനി പഴയതുപോലെ എഴുതാമല്ലോ, ഈ പ്ലസ് മാറ്റിയിട്ട് നമുക്ക് എഴുതാം. സോ നമുക്ക് എങ്ങനെ എഴുതാം? 1/3 എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ആൻസർ കിട്ടി. ഇവിടുത്തെ ആൻസർ എത്രയാ? 1/3. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്തും കൂടെ കണ്ടുപിടിച്ചാൽ മതി, x1 ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ x1 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഫോമുല എന്തുവായിരുന്നു? x2ൽ നിന്ന് കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. അപ്പൊ x2 എത്രയായിരുന്നു നമുക്ക് ഇപ്പൊ കിട്ടിയത്? 1/3. സോ 1/3 മൈനസ് കോമൺ ഡിഫറൻസ് എത്രയാ? 1/3. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നോക്കുക, ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ഒന്ന് ഇനിയും പഴയതുപോലെ സ്പ്ലിറ്റ് ചെയ്യാം. സോ നമുക്ക് 1 പ്ലസ് 1/3 മൈനസ് 1/3. ഇവിടെ നോക്കിയാൽ 1/3 മൈനസ് ചെയ്യാനായിട്ടാണ്. സോ ഇത് നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞാൽ എന്ത് കിട്ടും? 0 കിട്ടും. ബാക്കി എന്താ മാത്രമേ ഉള്ളൂ? നമ്മുടെ ഈ 1 മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ഇതിന്റെ ആൻസർ എത്ര കിട്ടി? 1 മാത്രമായിട്ട് കിട്ടി. സോ നമുക്ക് എക്സിന് പകരം 1 ഇട്ട് കൊടുക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ സീക്വൻസ് കിട്ടി. ഫസ്റ്റ് എന്തുവാണ്? 1 ആണ്, പിന്നെ 1 1/3, പിന്നെ 1 2/3, പിന്നെ 2, പിന്നെ 2 1/3. ഓക്കെ അല്ലേ? സോ ഇതാണ് നമ്മുടെ ആൻസർ. സോ ഇപ്പൊ ക്ലിയർ ആണോ? ആ LCM മെത്തേഡ് ആയിരിക്കും ഡൗട്ട് ആയിട്ട് വരുന്നത്, അത് നന്നായിട്ട് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോ ആ ബേസിക്സ് ഓഫ് ഫ്രാക്ഷൻ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഡിനോമിനേറ്റർ സെയിം അല്ലെങ്കിൽ സോൾവ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയയും കൂടെ കിട്ടും. സോ അങ്ങനെ ഈ വീഡിയോ ഒന്നുകൂടെ പറഞ്ഞിരിക്കുവാണ്. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ആ പാർട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. സോ താങ്ക് യു. നമുക്കിനി അടുത്ത ഏതെങ്കിലും സെഷനുമായിട്ട് കാണാം. ഓക്കെ.